പുസ്തകത്തെ പറ്റിയും ദീർഘകാലത്തെ വെങ്കടേഷ് സാറുമായുള്ള സൗഹൃദത്തെ പറ്റിയും സംസാരിക്കുന്നതിനായി മുതിർന്ന പത്രാധിപർ ശ്രീ ആർ രാജഗോപാലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. വെങ്കടേഷിന് ഇൻസ്പിറേഷനായത് ഫിലിപ്പ് നൈറ്റ്ലി ആയിരുന്നു. ഞാൻ ജേർണലിസം സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും അന്ന് പഠിക്കേണ്ട ഒരു പാഠം ഹെൻറി മോർട്ടൺ സ്റ്റാൻലി എന്ന് പറഞ്ഞ് ഒരു എക്സ്പ്ലോററും ജേർണലിസ്റ്റും, അമേരിക്കനാണ്, 19ാം നൂറ്റാണ്ടിൽ. അപ്പോൾ അന്ന് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ആഫ്രിക്ക കണ്ടുപിടിക്കാൻ, നൈലിൻ്റെ ഉത്ഭവം കണ്ടുപിടിക്കാൻ ലിവിങ്സ്റ്റൺ ആഫ്രിക്ക പോയി. പിന്നെ അദ്ദേഹത്തിനെ കുറിച്ച് മാസങ്ങളോളം വിവരമൊന്നുമില്ല. അപ്പോൾ ഒരു അമേരിക്കൻ പത്രം ന്യൂയോർക്ക് ഹെറാൾഡാണെന്ന് അവർ ഈ സ്റ്റാൻലിയെ പറഞ്ഞു കൊടുക്കുന്നു കണ്ണായിട്ട്. അപ്പോൾ ഇദ്ദേഹം വളരെ ബുദ്ധിമുട്ടി അവസാനം ലിവിങ്സ്റ്റനെ കാണുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ നേരിട്ട് വളരെ മാസങ്ങൾക്ക് കഴിഞ്ഞ ശേഷം ഇദ്ദേഹം മരിച്ചുപോയെന്നുള്ള സംശയം, മലേറിയ പിടിച്ച് മരിച്ചുപോയെന്ന സംശയത്തിലാണ് പെട്ടെന്ന് കാണുകയാണ് വളരെ മാസങ്ങൾക്ക് ശേഷം ഭൂഖണ്ഡങ്ങൾ താണ്ടി. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഡോക്ടർ ലിവിങ്സ്റ്റൺ, ഐ പ്രസ്യൂം നിങ്ങൾ ലിവിങ്സ്റ്റൺ ഞാൻ കരുതിക്കോട്ടെ എന്ന് പറഞ്ഞാണ് ആ സ്റ്റോറി ന്യൂയോർക്ക് ഹെറാൾഡ് തുടങ്ങുന്നത്. പിന്നീട് ഈ സ്റ്റാൻലി മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ നോട്ട്സ് നോക്കിയപ്പോൾ ഈ എൻകൗണ്ടർ പറയുന്ന ഭാഗം ഇതിൻ്റെ 2 പേജ് ആരോ കീറിക്കളഞ്ഞിരിക്കും. അദ്ദേഹം തന്നെ കീറിക്കളഞ്ഞതെന്നാണ് പലർക്കും സംശയം. കാര്യം ഇങ്ങനെ ഒരു ഡയലോഗ്, ഒരു ജേർണലിസം പഠിക്കുമ്പോൾ ഈ കോട്ട്സ്, ജേർണലിസ്റ്റ് എന്താണ് ഈ കോട്ടിൻ്റെ ഒരു പവർ ഓഫ് കോട്ട്സ് എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും നല്ല ഇലസ്ട്രേഷൻ. അതായത് ഇത്രയും മാസം കണ്ട ഒരു ആളെ കണ്ടുകിട്ടി കഴിയുമ്പോൾ ഡോക്ടർ ലിവിങ്സ്റ്റൺ ഐ പ്രസ്യൂം എന്നൊരു ചോദ്യം പറയുക എന്നുള്ള. അപ്പോൾ പലരും പറയുന്നത് ഇദ്ദേഹം ഇത് മാനുഫാക്ചർ ചെയ്ത കോട്ടാണ്. ഒരു മനുഷ്യനും ഇങ്ങനെ മറ്റൊരു മനുഷ്യനും, അത് മാത്രമല്ല ആ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ എത്രയോ 100 എത്രയോ സ്ക്വയർ കിലോമീറ്ററിനകത്ത് ഒരു വെള്ളക്കാരനുണ്ടെങ്കിൽ അത് ഇദ്ദേഹം മാത്രമായിരിക്കും. അത് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഏറ്റവും വലിയൊരു യാത്ര ജേർണലിസത്തിൻ്റെ ജേർണി ആൻഡ് ജേർണലിസം എന്നുള്ളതിന് എന്നും എപ്പോഴും നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന സമയം, അതേസമയം തന്നെ അതിൻ്റെ മേളൊരു ഷാഡോ ഉള്ളൊരു അതൊരു സക്സസ്ഫുൾ യാത്ര വന്നിട്ട് ഇങ്ങനെ എന്തുകൊണ്ട് ഇദ്ദേഹം ഒരു കോട്ട് മാനുഫാക്ചർ ചെയ്യുമെന്നുള്ളൊരു ചോദ്യം എപ്പോഴും എല്ലാ ജേർണലിസം വിദ്യാർത്ഥികളുടെ ഇടയിൽ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും എല്ലാ ജേർണലിസം വിദ്യാർത്ഥികളുടെയും ഒരു ഡ്രീമാണ് ഇത്. ഇതുപോലൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്, അത് നമുക്ക് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരാളെ കണ്ടുപിടിക്കുക എന്നുള്ള അതൊരു നമ്മുടെ എല്ലാവരും സ്വപ്നമാണ്, നടക്കണമെന്നില്ല. പക്ഷേ ഞാനിതിവിടെ പറയാൻ കാര്യം, ഈ പുസ്തകത്തിൻ്റെ വെങ്കടേഷിൻ്റെ പുസ്തകത്തിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ പറയുന്നത് ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്രയാണ്. അതായത് മനോജ് എന്ന് പറഞ്ഞൊരു സിഖ്, എനിക്ക് തോന്നുന്നു നമ്പർ 2 തീവ്രവാദ ഖാലിസ്ഥാൻ ഇതിനകത്തുള്ള അദ്ദേഹത്തെ കാണാനായിട്ട് കാണാൻ പോകുന്ന യാത്ര അത് സക്സസ്ഫുൾ. അദ്ദേഹം വേറൊരു മനുഷ്യനെ സുഹൃത്തിനെ കാണുന്നുണ്ട്, 40 കിലോ ഭാരം തലയിൽ ചുറ്റി നടക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നുണ്ട്. പക്ഷെ ശരിക്കും കാണാൻ പോയത് മനോജ് എന്ന് പറഞ്ഞ ഒരു നേതാവിനെയാണ്. അല്ലേ, 240 അല്ലേ? അല്ലേ, 40 200 മീറ്റർ. അപ്പോൾ അതൊരു അൺസക്സസ്ഫുൾ. അപ്പോൾ പല യാത്രകളും ഇങ്ങനെ എപ്പോഴും സഫലമായിക്കൊള്ളണമെന്നില്ല. നമ്മൾ എഴുതുന്ന യാത്രകൾ എപ്പോഴും സഫലമായ യാത്രയെക്കുറിച്ചാണ്. പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയത് അത് തുടങ്ങിയത് തന്നെ ഒരു അസഫലമായ ഒരു യാത്രയെക്കുറിച്ചാണ് എന്നുള്ളൊരു അതിന് പറയാൻ കാര്യം, ഞാൻ വളരെ ദുഃഖത്തോടെ പറയുകയാണ്, ഇന്ന് ജേർണലിസ്റ്റിലെ ഏറ്റവും 2 വലിയ കാഷ്വാലിറ്റി, ഒന്ന് ജേർണലിസ്റ്റുകൾ തന്നെയാണ് കാഷ്വാലിറ്റി, 2 യാത്രകൾ എന്നുള്ളത്. അതാണ് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വെട്ടിച്ചുരുക്കിയിരിക്കുന്ന പത്രങ്ങൾ. എല്ലാം നമ്മൾ പറയുന്ന ലെഗസി മീഡിയ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയ എന്ന് അവകാശപ്പെടുന്ന പത്രങ്ങൾ ഏറ്റവും കൂടുതൽ വെട്ടിച്ചുരുക്കിയിരുന്ന ബഡ്ജറ്റ്. അത് പൈസ കയ്യിലില്ലാഞ്ഞിട്ടല്ല. ഒരു T20 മാച്ചോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ചോ അല്ലെങ്കിൽ ഒരു ബോളിവുഡിൻ്റെ ഒരു ലോഞ്ച് വരുമ്പോൾ എന്തുമാത്രം പൈസയാണ്, എത്രമാത്രം കാറുകളാണ് ഇവർ ഈ നടന്മാരെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി നടന്നവരെയും അതിനുവേണ്ടി ഹയർ ചെയ്യാൻ വേണ്ടി ചെന്നാൽ ഒരു പത്രക്കാരന് ട്രെയിൻ ടിക്കറ്റ് പോലും ചിലപ്പോൾ ഒരു AC ടിക്കറ്റ് പോലും കൊടുക്കുക ഈ ചൂടത്ത് പോകുമ്പോൾ കൊടുക്കാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ്, നമ്മൾ ബില്ല് കൊടുക്കുമ്പോൾ പലപ്പോഴും ഒരു ചോദിക്കും, നിങ്ങളും ഡ്രൈവറും കൂടെ എന്തിനാണ് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചത്, അദ്ദേഹത്തിന് വേറൊരു ഹോട്ടലിൽ നിന്ന് കാണിച്ചു കൊടുത്താൽ പോരെ. ഇന്ന് വരെ രീതി ആലോചിച്ച് നോക്കൂ. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ 4ാമത്തെ പില്ലർ എന്ന് നമ്മൾ അവകാശപ്പെടുന്ന പത്രം ഓഫീസുകളിലെ ചില അക്കൗണ്ടന്റുകൾ, അത് ഞാൻ അക്കൗണ്ടുകളെ കുറ്റം പറയുകയല്ല, അതിനവർക്ക് ചോദിക്കാനുള്ള ധൈര്യം കൊടുക്കുന്നത് മാനേജ്മെന്റാണ്, അല്ലെങ്കിൽ ഒരു എഡിറ്ററാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, നിങ്ങൾ എന്തിനു കുടിച്ചു, എന്തിന് ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, അദ്ദേഹത്തിന് വേറൊരിടത്തും കഴിക്കാൻ പാടില്ലേ? ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പത്രങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള ഇതിനകത്ത് വെങ്കടേഷ് പറയുന്നുണ്ട് ഹിന്ദു വളരെ ജനറസ് ആയിരുന്നു. ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, ആകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പക്ഷെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് കട്ട് ചെയ്തിരിക്കുന്ന ട്രാവൽ ബഡ്ജറ്റാണ്. അത് കാര്യം അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളൂ. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നാൽ? കാര്യം
അറിയാവുന്ന കാര്യങ്ങൾ പോലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ മടിയാണ്. അതിന്റെ കൂട്ടത്തിൽ പിന്നെ എന്തുകൊണ്ട് കുത്തിപ്പൊക്കി അറിയാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു ഇതൊരു വലിയ ക്രൈസിസ് ആണ് ഇന്ത്യ. അത് മാത്രമല്ല, ഇതിന്റെ ഐറണി എന്ന് പറഞ്ഞാൽ ഇത് സംഭവിക്കുന്നത് ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വേൾഡിൽ എനിക്ക് തോന്നുന്നു ഓവർടേക്കൻ ചൈനീസ് ഇൻ ട്രാവലിംഗ്. ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് തടങ്കലിൽ ട്രാവൽ ചെയ്യാൻ പിടിച്ചുകെട്ടി പറ്റിയിരിക്കുന്ന പത്രക്കാരാണ്. ഇത് ഒരു വലിയൊരു പ്രശ്നമാണ്. ഇത് മാത്രമല്ല, ഞാൻ പലപ്പോഴും എൻ്റെ സഹപ്രവർത്തകർ, എൻ്റെ കൂടെ ഉള്ളവർ പറയുന്ന അവർ പലപ്പോഴും ഈ ഹോട്ടലിൽ താമസിക്കുമ്പോൾ ഞാൻ വളരെ മൈക്രോ ആയിട്ട് പറയാൻ കാര്യം അത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ പത്രങ്ങളുടെ ഓരോ പകിട്ടും ഓരോ കാര്യങ്ങളും കാണുമ്പോൾ വളവളപ്പം കാണുമ്പോൾ നമ്മളൊന്നും അവരെല്ലാം ഭയങ്കര ജനറസ് ആണ്. അങ്ങനെയല്ല. ഒരു ഹോട്ടൽ മുറിയിൽ ഒരു കെറ്റിലുള്ള മുറിയിൽ എടുക്കുക, ഒരു കെറ്റിലുള്ള മുറിയും കെറ്റിലില്ലാത്ത മുറിയും തമ്മിൽ വ്യത്യാസം 500 രൂപയാണ് ദിവസം. പല പത്രക്കാരും കെറ്റിലില്ല, സ്വന്തം കയ്യിൽ ചെറിയ കെറ്റിലും കൊണ്ട് പോകുമ്പോൾ അത് വയ്ക്കുമ്പോൾ പ്ലഗ് വെച്ച് അതിൻ്റെ ഫ്യൂസ് അടിച്ച് പോവുകയാണെങ്കിൽ ഇവർ 750 രൂപ ഫൈൻ വാങ്ങിക്കും ഹോട്ടലുകാർ. അത് മാത്രമല്ല, ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ വെള്ളം എടുക്കുന്ന പലപ്പോഴും ടോയ്ലറ്റിൽ നിന്നാണ്. അതിന് കുഴപ്പമില്ല, വെള്ളം തിളപ്പിച്ചാൽ ഞാൻ അവർ പറഞ്ഞ് വെള്ളം നല്ലവണ്ണം തിളക്കുകയാണെങ്കിൽ ടോയ്ലറ്റ് ഇടുന്നാലും കുഴപ്പമില്ല. പക്ഷേ നമ്മുടെ ചിലർക്ക് അതിൽ കൾച്ചറൽ പ്രശ്നങ്ങളുണ്ട്. ടോയ്ലറ്റിനെടുത്ത എനിക്കങ്ങനെ പ്രശ്നമില്ല, ചിലർക്ക് പ്രശ്നമുണ്ട് ടോയ്ലറ്റിനെടുത്ത വെള്ളം. അപ്പോൾ പലരും പരിചയക്കാരില്ലെങ്കിൽ ഹോട്ടലിൽ പോകുമ്പോൾ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ച് കൊണ്ടുവരും. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പുറത്തുനിന്ന് ആരെങ്കിലും ഒരു പത്രക്കാരൻ നിങ്ങളുടെ സിറ്റിയിലോ നിങ്ങളുടെ നാട്ടിലോ ഒരു ജോലിക്കാണെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ വീട്ടിൽ വിളിക്കുക, ഒരു നേരം ഭക്ഷണം കൊടുക്കുക, ഒരു കുപ്പി വെള്ളം കൊടുക്കുക. ഇറ്റ് മീൻസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ്. കാര്യം ഇത് ശരിക്കും ഞാൻ തമാശ പറയല്ല, ശരിക്കും ഇത് വളരെ വിഷമത്തോടുകൂടി ഇത് പറയണം. അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഈ പുസ്തകത്തെക്കുറിച്ചുകൂടി തമാശ പറയണമെന്നൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ ഇരുന്നപ്പോൾ ആലോചിച്ചാണ്, ഈ ട്രാവൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ട്രാവൽ ടെററിസം പോലെയാണ്. നമുക്കിപ്പം ബഡ്ജറ്റ് ഇല്ല, അത് പോകണ്ട എന്നുള്ള, അത് പോകാതിരിക്കുക എന്നുള്ള, അത് വാർത്തകൾ കണ്ടുപിടിക്കരുത് എന്നുള്ള ഷർട്ട്. ഞാൻ ഉദാഹരണം പറയാം. ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ പുതിയ ഗവൺമെൻറ് മൂന്നാമത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ശേഷം എത്ര മുസ്ലിങ്ങളെ ഇവിടെ ലിഞ്ച് ചെയ്ത് കൊന്നു എന്നുള്ള ആരും ആലോചിച്ച് നോക്കൂ. ഇതിനെക്കുറിച്ച് ഏതെങ്കിലും ഒരു സ്പോട്ട് റിപ്പോർട്ട് നിങ്ങൾ വായിച്ചോ? സ്പോട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ സ്ഥലത്ത് പോയി ഒരു റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് വായിച്ചോ? ഇല്ല. കാര്യം 2 കാര്യങ്ങൾ: ഒന്ന് ട്രാവൽ ബഡ്ജറ്റ്, 2 അവിടെ പോയി റിപ്പോർട്ട് ചെയ്യാൻ ഇന്ത്യയിലെ പല എഡിറ്റേഴ്സും റിപ്പോർട്ട്സും അയക്കാൻ ധൈര്യമില്ല എന്നുള്ളതാണ്. കാര്യം അവിടെ ചെല്ലുകയാണെങ്കിൽ പോലീസുകാരല്ല, ഇത് ലിഞ്ചിങ് അല്ല, തമ്മിലുള്ള അത് വ്യക്തിപരമായ ഇതാണ്, അല്ലെങ്കിൽ വേറൊരു പ്രശ്നമാണ്, മറ്റൊരു പ്രശ്നമാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് പ്രശ്നം പറ്റുന്നത് ഇപ്പോൾ ഇന്നലെ ഞാൻ കണ്ടു, കേരളത്തിലെ ഏതോ വെബ്സൈറ്റ് ഇരുന്ന് അത് ഫേക്ക് ന്യൂസാണ്. ഇവർ മരിച്ചു എന്നുള്ള ഫേക്ക് അല്ലല്ലോ. മരണം നമുക്ക് ഇതുവരെ ഫേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, അതും പറ്റുമായിരിക്കും ഈ ഗവൺമെൻറ് കീഴിൽ. പക്ഷേ ഇതുവരെ അത് അപ്പം ഇങ്ങനെയുള്ള വളരെ ഫണ്ടമെൻ്റലായുള്ള ജേർണലിസം ഇന്ത്യയിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. വേറൊരു ഇത് 2 ദിവസം മുമ്പ് ഒരു ഡേറ്റ വന്നായിരുന്നു. അതായത് ഇന്ത്യയിൽ ജോലി കിട്ടാതെ ചെറുപ്പക്കാർ 1 മണിക്കൂറിലോ ആണെന്ന് തോന്നുന്നു, 1 മണിക്കൂറിലോ അല്ല 2 മണിക്കൂറിൽ 3 പേർ വെച്ച് മരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചും നമ്മൾ ഇത് നമ്മളൊരു എക്കണോമിക് ഡേറ്റ ആയിട്ട് ഒരു ഓഫീസ് റൂമിൽ ഇരുന്ന് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ലിമിറ്റേഷൻസ്. അതേസമയം നമ്മൾ ഈ സ്ഥലങ്ങളിൽ പോയി ആ കാര്യങ്ങൾ നമ്മൾ ആ ഒരു ജേർണലിസം നമ്മുടെ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ പലപ്പോഴും പരിഹസിക്കുന്ന അന്തിച്ചർച്ച എന്നുള്ളതുപോലും ഈ ട്രാവൽ ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. ഏറ്റവും നല്ല ഒരു മാർഗ്ഗം അതാണ്. വൈകുന്നേരം 8 മണിക്ക് 3 പേരെ വിളിക്കുക, ആരെങ്കിലും ഒരാളെ കണ്ടുപിടിച്ച ആൾ തെറിവരിക, അപ്പോൾ അത് എല്ലാവർക്കും ഒരു സുഖം, ഒരു വൈകാരിയസ് പ്ലഷർ എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇതേ സമയം പ്രൈം ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ റിപ്പോർട്ടേഴ്സിനെയും ക്യാമറ പേഴ്സൺസിനെയും അയച്ചിട്ട് ഒരു ഫീൽഡ് റിപ്പോർട്ടിംഗ് എന്നുള്ള പ്രൈം ടൈമിൽ അതല്ലേ നമ്മൾ കൊടുക്കേണ്ടത്, നമ്മൾ ഇൻഫോം ചെയ്യല്ലേ വേണ്ടത്. ദാറ്റ് ഹാസ് കംപ്ലീറ്റ്ലി ഡിസപ്പിയർഡ് ഫ്രം ഇന്ത്യൻ ടെലിവിഷൻ. ഫീൽഡ് റിപ്പോർട്ടിംഗ് നമ്മൾ ആകെ റിപ്പോർട്ടേഴ്സിനെ മുഖം കാണുന്ന ഉച്ചയ്ക്ക് ഈ എന്തെങ്കിലും ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞ് അത് നേരത്തെ പറഞ്ഞ പോലെ കൊമ്പ് കോർക്കാതെ, ഇവർ ശരിക്കും കൊമ്പ് കോർത്തില്ല. ഞാൻ കണ്ട സഭയിൽ നിന്ന് കൊമ്പൊന്നും കോർത്തില്ല, വളരെ മാന്യമായ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ചല്ല ശരിക്കും സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. കാര്യം ഇന്നലെ ഞാൻ വെങ്കടേശൻ കണ്ടപ്പോൾ വെങ്കടേശൻ ചോദിച്ചു പുസ്തകം വായിച്ചു എന്ന് ചോദിച്ചു. ഞാൻ വായിച്ചു. വെങ്കടേശൻ വിശ്വാസം വന്നില്ല എന്നുണ്ടോ എന്നോട് ചോദിച്ചു തർലോചൻ സിംഗിനെ കുറിച്ച് വായിച്ചു വന്നത്. ഇപ്പം ഞാൻ അതിൻ്റെ എന്തെടുത്ത് മാത്രം അങ്ങനെ ചോദിക്കുന്നു. ഈ തർലോചൻ സിംഗിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരു കുപ്പി വിസ്കി രാത്രി കൊണ്ട് അകത്താക്കുകയും ഓരോ പെഗ് കഴിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം തിളപ്പിച്ച പാല് അത് സേവിക്കുകയും അത് കഴിഞ്ഞ് ഒരു 10-40 ചപ്പാത്തി, കാര്യം 40-50 ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് 6 ചപ്പാത്തി വെങ്കടേശൻ സുഹൃത്തിന് കൊടുത്തു, ബാക്കി അദ്ദേഹം കഴിച്ചു. ഒന്നത്തെ ദിവസം 40-ലധികം ചപ്പാത്തി കഴിച്ചു. അപ്പോൾ ഇതിനെല്ലാം യോഗ്യനായിട്ടുള്ള വെങ്കടേശൻ്റെ ഒരു സുഹൃത്ത് ഞാനാണ് എന്നുള്ള ഒരു ഇത് സജ്ജം വെച്ച് പറഞ്ഞാണെന്ന് അറിയില്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം വായിച്ച വളരെ മനോഹരമായ വായനയാണ്. നമുക്ക് നിർത്താൻ പറ്റില്ല. പ്രദർശനം എന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല.
അതുപോലെ വേറെയും അപ്പോൾ ഈ വെങ്കടേഷ് പറഞ്ഞത് അസ്ഥാനത്തല്ലാമെന്ന് തെളിയിച്ചുകൊണ്ട് വേറൊരു എനിക്ക് ഓർമ്മ വരുന്ന ഒരു കനയ്യ ബെല്ലാരി എന്ന് പറഞ്ഞാൽ ഒരു ലെജൻഡാണ് ബീഹാറിലെ, വെങ്കടേഷിൻ്റെ സുഹൃത്താണ്. അദ്ദേഹം യാത്ര പോകുമ്പോഴും ഈ ഡ്രൈവർ മഞ്ഞ് കാണുന്നതുകൊണ്ട് അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഡ്രൈവർ പറയും എനിക്കിനി യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നിർത്തിയിട്ട് വഴി നിർത്തും. അപ്പം കന്നയ്യ പറയും നമുക്ക് അടുത്ത് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം വെള്ളത്തിൽ കുറേ വോട്ട് കലക്കി ഈ മനുഷ്യൻ കൊടുക്കും. ഈ മനുഷ്യൻ കള്ളു കുടിക്കാത്തല്ല ഡ്രൈവർ. ഇത് കുടിച്ചു കഴിഞ്ഞപ്പോൾ ഡ്രൈവർ പറഞ്ഞു എൻ്റെ കണ്ണെല്ലാം തെളിഞ്ഞു, ഇനി ഒരു പ്രശ്നമല്ല, ഏത് മഞ്ഞ് കൂടെ ഓടുകയാണ്. അപ്പം വെങ്കടേഷ് ചോദിച്ചപ്പം കന്നയ്യ പറഞ്ഞു വോട്ട് ഇമ്പാർട്ട്സ് ക്ലാരിറ്റി എന്നുള്ള. അപ്പോൾ അവരത് ഇത് സത്യമായിരിക്കാൻ പാട്ട് കള്ളു കുടിച്ച് വണ്ടി ഒന്നും ഓടിക്കരുത് ലഹരി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് കഥകൾ ഈ കഥ വായിച്ച പക്ഷേ എന്നെ വളരെ വേദനിപ്പിച്ച ഒരു ഓർമ്മയും എനിക്ക് ഞാൻ സത്യസന്ധമായിട്ട് പറയാണ്. കനയ്യ ബെല്ലാരിയുടെ മകൻ അമിത് ബെല്ലാരി എൻ്റെ കൊളീഗായിരുന്നു ഞങ്ങളുടെ ജാർഖണ്ഡ് എഡിഷനിൽ. പക്ഷേ കോവിഡ് എന്ന സമയത്ത് ഞങ്ങൾക്ക് എഡിഷൻ പൂട്ടേണ്ടി വന്നു. അങ്ങനെ എനിക്ക് കന്നയ്യയുടെ ഈ മകൻ്റെ അമിത് ബെല്ലാരിയുടെ ജോലി സേവ് ചെയ്യണമെന്ന് പക്ഷേ എന്നെ കൊണ്ട് പറ്റിയില്ല. അദ്ദേഹം വളരെ 2-3 മാസം ജോലിയില്ലാതെ ഇപ്പോൾ അദ്ദേഹം ഹിന്ദുവിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഞാൻ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ജനറേഷൻ ജേർണലിസ്റ്റ് ഞങ്ങളിപ്പോൾ 1990s വെങ്കടേഷ് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ജേർണലിസ്റ്റ് ജോയിൻ ചെയ്തവരാണ്. വി ഹാഡ് ദ ബെസ്റ്റ് ഓഫ് ടൈംസ്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിച്ച ജനറേഷൻ ഞങ്ങളുടെ ജനറേഷനാണ്. അതേസമയം വി ഹാഡ് ദ വേസ്റ്റ് ഓഫ് ടൈംസ് ഓൾസോ. ഏറ്റവും കൂടുതൽ ആളുകളെ പിരിച്ചുവിടുക, ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് കട്ട്, ഏറ്റവും കൂടുതൽ സാലറി കട്ട്സ്, ഏറ്റവും കൂടുതൽ പെൻഡിങ് സാലറി, ഇതെല്ലാം കാണുന്ന ഒരു ജനറേഷനുമായിട്ട് യു ആർ അൺഫോർച്ചുനേറ്റ്. ഞങ്ങൾ ഏറ്റവും വളരെ മനോഹരമായിട്ടോടെ ഇന്ന് ഇപ്പോൾ ജേർണലിസം ഞാൻ പല യൂണിവേഴ്സിറ്റിയിലും പോകുമ്പം ചിലർ വിളിക്കുമ്പോൾ ഞാൻ ആദ്യം പറയും ആർക്കൊക്കെ ജേർണലിസ്റ്റ് സ്റ്റുഡൻസ് ആണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഉണ്ട്, ജേർണലിസ്റ്റ് ആവാം അല്ലെങ്കിൽ PR പ്രൊഫഷണൽസ് ആണ്. അപ്പോൾ അപ്പോൾ എല്ലാവരും മിക്കവാറും 80 to 90% അവർ കൈവെക്കും ജേർണലിസ്റ്റ് ആകണം. ഞാൻ എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കും നമുക്ക് ഒന്നും കൂടെ ലെറ്റ്സ് ഗോ ബാക്ക് ആൻഡ് ടേക്ക് ദ വോട്ട് വൺസ് അഗൈൻ. നിങ്ങൾ എത്ര പേർക്ക് ജേർണലിസ്റ്റ് ആകണമെന്ന് 2-3 പേര് അവർ മാത്രമാണ് കൈവെക്കുന്നത്. അപ്പോൾ അത് എൻ്റെ ഒരു പ്രായശ്ചിത്തമായിരിക്കും. കാര്യം ആളെ അറിഞ്ഞുകൊണ്ട് ഇതിനകത്ത് തള്ളിവിടാൻ പാടില്ല എന്നുള്ള ഇത്. എന്നാലും നമ്മുടെ ഓൺലൈൻ സ്പേസ് ഇപ്പോൾ ഒരുപാട് ഹോപ്പ് നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് വയർ ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞില്ല, വെങ്കടേഷിൻ്റെ ഐഡം. അപ്പോൾ ഇതിനൊക്കെ പക്ഷേ പറ്റുന്നത് ഞാൻ പറയുന്ന ഞാൻ ഓഡിയൻസ് എന്നാണ് വിളിക്കുന്നത്. കാര്യം നമുക്ക് വ്യൂവേഴ്സ് റീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യം ഓഡിയൻസ് തന്നെയാണ്. ഓഡിയൻസ് അവർ പലപ്പോഴും അവർ റെസ്പോൺസിബിലിറ്റി വേണ്ട വിധത്തിൽ അത് നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് ജേർണലിസം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ ഓൾസോ. നമ്മൾ ന്യൂസ് കില്ല് ചെയ്ത് സമീർ ജെയിൻ എന്ന് പറഞ്ഞൊരു വലിയൊരു അത്ഭുത കക്ഷിയാണ്. ഐ ബ്ലെയിം ഹിം ഫോർ കില്ലിങ് ന്യൂസ് ഇൻ ഇന്ത്യ. ന്യൂസിനെ ചീപ്പാക്കിയ ദിവസം വി കിൽ ന്യൂസ്. ഒരിക്കലും നമ്മളൊരു പ്രോഡക്റ്റ് ചീപ്പ് ആക്കുകയാണെങ്കിൽ അതിൻ്റെ കണ്ടന്റും ചീപ്പായിരിക്കും. അപ്പോൾ വി ഷുഡ് പേ. ഒരു റിപ്പോർട്ടറെയും ഒരു ഫോട്ടോഗ്രാഫേഴ്സിനെ ഇപ്പോൾ ആരും അയക്കാൻ റിപ്പോർട്ടേഴ്സ് തന്നെയാണ് ഷൂട്ട് ചെയ്യാൻ പറയും. പക്ഷേ ഒരു റിപ്പോർട്ടർ ഷൂട്ട് ചെയ്യുമ്പോൾ അല്ല ഒരു നല്ല ഫോട്ടോഗ്രാഫി. രഘുറായുടെ ഞാൻ ഇന്നലെ ബൈജുവിൻ്റെ വീട്ടിൽ പഴയ സൺഡേയിൽ രഘുറായുടെ ഫോട്ടോസ് കാണുന്നത്. അതിൻ്റെ ഈ പവർ ഓഫ് ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ പറയുമല്ലോ ഒരു പടത്തിന് 1000 വാക്കുകൾ ശക്തി എന്നല്ല 10,000 വാക്കുകൾ പോലും ശക്തിയുള്ള ഇതാണ്. ഫോട്ടോഗ്രാഫേഴ്സ് അയക്കാറില്ല. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഷൂട്ട് ചെയ്താൽ പോലും ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓൺലൈനിൽ നിങ്ങൾ നല്ല സ്റ്റോറി ആണെങ്കിൽ അതിൻ്റെ താഴെ പോവുക. ഒരു ഡൊണേഷൻ ഉള്ളൊരു വകുപ്പുണ്ട്. 10 രൂപയാണെങ്കിൽ 10 രൂപ എടുക്കുമെന്ന് അറിയില്ല. 25 ഇപ്പോൾ ഗൂഗിൾ പേ ഉണ്ട് മറ്റുണ്ട്. പണ്ട് വലിയ പ്രശ്നമാണ് ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നത്. ഇത് അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് വിത്തിൻ മിനിറ്റ്സ് യു ക്യാൻ പേ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പേ ചെയ്യുക. യു ഹാവ് റെസ്പോൺസിബിലിറ്റി ഓൾസോ. നമ്മുടെ മീഡിയയെ സഹായിക്കുക എന്നുള്ളതാണ്. റിപ്പോർട്ടിങ് മീഡിയ സഹായിക്കാന്നല്ല, റിപ്പോർട്ടിങ്ങിനെ സഹായിക്കുക എന്നുള്ളതാണ്. കാര്യം പൈസ ഇല്ലെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു സഹായം ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയേണ്ട. പുസ്തകത്തെക്കുറിച്ച് വേറെ ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുസ്തകത്തിനെപ്പോഴും മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പലരും വായിച്ചാണ്. 2ാമത്തെ പതിപ്പ് ഇറങ്ങുന്നതാണ് കേട്ടത്. പക്ഷേ തീർച്ചയായിട്ടും അത് വായിക്കണം. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ വീണ്ടും എൻ്റെ രൂപം കൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ഭക്ഷണത്തെക്കുറിച്ചൊരു ചാപ്റ്ററുണ്ട്. എനിക്ക് തോന്നുന്നതാണ് ഏറ്റവും വലിയ ചാപ്റ്ററാണ്. നല്ല 16 പേജ് ഉണ്ട് തുണ്ടെ കബാബിനെ കുറിച്ച്. അതിമനോഹരമായ എനിക്ക് തോന്നുന്നു അതൊരു പ്രത്യേക അതിനകത്ത് വിദ്യാർത്ഥികൾ, മീഡിയ സ്റ്റുഡൻസ്, അത് മാത്രമല്ല ആന്ത്രോപോളജി, സോഷ്യോളജി സ്റ്റുഡൻസ് എല്ലാം ഓരോ പാരഗ്രാഫും അവർക്ക് റിസർച്ച് മെറ്റീരിയലായിട്ട് എടുത്ത് അതിനെക്കുറിച്ച് ഫർദർ റിസർച്ച് ചെയ്യാവുന്നതാണ്. അതിൽ AKGയുടെ സെക്രട്ടറി ദുബെ, അതേക്കുറിച്ച് വളരെ മനോഹരമായൊരു കഥ. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നസീർ പാകിസ്ഥാനിൽ പോയ ശേഷം എല്ലാ ഈദിനും അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്ന്. നമ്മുടെ പ്രധാനമന്ത്രി ആളുകൾ ഭക്ഷണം കഴിക്കുന്നത്, ആളുകൾ വസ്ത്രം ധരിക്കുന്നതിനെ വെച്ച് ആളുകളെ അവമാനിക്കുമ്പോൾ ഇങ്ങനെയുമുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നു എന്ന് നമുക്ക് ജീവിച്ചിരുന്നു, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ ആശ്വാസമുണ്ട്. നമ്മൾ ഇത്രയും ഞാൻ 34 വർഷം ജേർണലിസ്റ്റായിരുന്നു.
34 വർഷവും നമ്മൾ വേസ്റ്റ് ചെയ്തില്ല എന്നൊരു തോന്നലും നമുക്ക് ഇതുണ്ടാവും. അപ്പോൾ ഇനിയും ഇങ്ങനത്തെ വെങ്കടേഷ് കൂടുതൽ എഴുതട്ടെ. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വായിക്കണം. നിങ്ങൾ വായിച്ചില്ലെങ്കിലും നിങ്ങളുടെ മക്കളെയും ചെറുമക്കളെയും കൊണ്ട് ഇത് വായിപ്പിക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഒരു എഡിറ്ററുടെ കാർക്കശ്യത്തോടെ സംസാരിച്ചു തുടങ്ങുകയും പിന്നീട് രസകരമായി നമ്മളോട് കാര്യങ്ങൾ സംവദിക്കുകയും ചെയ്ത ആർ രാജഗോപാൽ സാറിന് നന്ദി പറയുന്നു. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണനുമായി ദീർഘകാലത്തെ സൗഹൃദം പുലർത്തുകയും ഉത്തരേന്ത്യൻ യാത്രകളിൽ സഹയാത്ര നടത്തുകയും ചെയ്ത എഴുത്തുകാരി ശ്രീമതി കെ എ ബീനെ സംസാരിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഒരുപാട് പുസ്തക പ്രകാശനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ തന്നെ ഒരുപാട് പുസ്തക പ്രകാശന ചടങ്ങുകളിലും പങ്കെടുത്തിട്ടുണ്ട്. എൻ്റെ പുസ്തകത്തിൻ്റെ തന്നെ പ്രകാശനം നടക്കുന്നു എന്നുള്ള സന്തോഷത്തോടു കൂടി ഒരു പുസ്തക പ്രകാശന ചടങ്ങിൽ മറ്റൊരാളുടെ പങ്കെടുക്കുന്നത് വെങ്കടേഷിൻ്റെ ഈ പുസ്തകത്തിലാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ പുസ്തകം എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഒരുപാട് ഉറപ്പുകൾ തന്നൊരു പുസ്തകമാണ്. മാധ്യമരംഗത്ത് അല്ലെങ്കിൽ പത്രപ്രവർത്തന രംഗത്ത് ഓരോ ദിവസവും സംഭവിക്കുന്ന സംഭവങ്ങളിൽ ദുഃഖം തോന്നുമ്പോഴൊക്കെ നമുക്ക് തിരിച്ചു പോകാൻ ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു പത്രപ്രവർത്തനം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയും മാധ്യമപ്രവർത്തനം നടത്താം എന്ന് നമ്മൾക്കൊക്കെ വെങ്കടേഷിനോട് കൂടെ നിൽക്കുന്നവർക്കും അല്ലെങ്കിൽ ഇത്തരം മാധ്യമപ്രവർത്തനത്തെ വളരെ ഗൗരവത്തോടുകൂടി എടുക്കുന്ന എല്ലാവരെയും തന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു പുസ്തകം പുറത്തു വരിക എന്നുള്ളത്. ഈ പുസ്തകത്തിൻ്റെ ഈ പ്രകാശന ചടങ്ങിന് ജേർണലിസം വിദ്യാർത്ഥികളായ ഒരുപാട് കുട്ടികളുണ്ടോ എന്നുള്ളത് എനിക്ക് വലിയ സന്തോഷമാണ്. കാര്യം എന്ന് വെച്ചാൽ അവരാണ് യഥാർത്ഥത്തിൽ ഈ പുസ്തകം വായിക്കുകയും നാളെയുടെ മാധ്യമ രംഗത്ത് ഇതിൻ്റെ എന്തെങ്കിലും പ്രതിഫലനങ്ങൾ ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ വഴിവിട്ട യാത്രകൾക്ക് സന്തോഷത്തോടു കൂടിയാണ് ഈ ചടങ്ങിൽ ഞാൻ നിൽക്കുന്നത്. പുസ്തകത്തെക്കുറിച്ച് അധികം ഞാനിനി പറയുന്നില്ല. ഇനി ഞങ്ങൾ ഓരോരുത്തരായി പറഞ്ഞ ശ്രീ വി.ഡി. സതീശൻ ഏതാണ്ട് 3/4 ഭാഗത്തോളം തന്നെ അതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിൽ പോലും അതിമനോഹരമായ പുസ്തകമാണ്. ഭാഷ കൊണ്ടാണെങ്കിലും ശൈലി കൊണ്ടാണെങ്കിലും അതിൻ്റെ കണ്ടന്റ് കൊണ്ടാണെങ്കിലും. നേരത്തെ പറഞ്ഞതുപോലെ ഫിലിപ്പ് നൈറ്റ്ലി എന്ന് പറയുന്ന വെങ്കടേഷിൻ്റെ ഗുരു എന്ന് വെങ്കടേഷ് പറയുന്ന പത്രപ്രവർത്തകൻ മുന്നോട്ട് വെച്ച ഈ യാത്രാ പത്രപ്രവർത്തനം അല്ലെങ്കിൽ സഞ്ചാര പത്രപ്രവർത്തനം, നമുക്കറിയാം ഇപ്പം സായിനാഥ്, വെങ്കടേഷ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ രംഗത്തുള്ള പ്രത്യേകത തരത്തിലുള്ള ചെയ്യുന്നവരൊക്കെ തന്നെ നേരിട്ട് ചെന്ന് ഡെസ്കിൽ നിന്ന് ഇറങ്ങി നേരിട്ട് ചെന്ന് ആളുകളെ കണ്ട് എന്താണ് കഥ എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മറ്റൊരു മുഖം നമുക്ക് കാണിച്ചു തന്നത്. നേരത്തെ പറഞ്ഞ ചുണ്ണാമ്പ് കല്ല് തിന്നുന്നവരാണെന്നുണ്ടെങ്കിലും എലിയിറച്ചി തിന്നുന്നവരാണെങ്കിലും ഒക്കെ ഇങ്ങനെയും ഇന്ത്യയുണ്ട് എന്ന് നമ്മളെ കാണിച്ചു തന്ന പത്രപ്രവർത്തകരാണ് ഇവർ. അതിൽ വെങ്കടേഷിൻ്റെ ഈ പുസ്തകം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ എനിക്ക് തോന്നുന്നു 2 ഭാഗങ്ങൾ വേറെ വരാനുണ്ട്. 2 പുസ്തകങ്ങൾ ഇതിനകത്ത് ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി ഉണ്ടായിരുന്നത് ഉടൻ തന്നെ പുറത്ത് വരേണ്ട 2 പുസ്തകങ്ങളാണ്. അത് രണ്ടും വരും. അപ്പോഴാണ് ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇതുവരെ ഇല്ല, ഇങ്ങനെ ഒരു പുസ്തകം നമുക്ക് ഇല്ല ശരിക്കും മലയാളത്തിൽ. ഇനി ആ പുസ്തകങ്ങളും കൂടി വരുമ്പോഴാണ് ഇത് ശരിക്കും പൂർണ്ണമാകുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിലെ 2 ലേഖനങ്ങളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത്. ഏക് മുൽക്ക് ഏക് ലഫ്സ് ഫിർ ദുഷ്മനി എന്ന് പറയുന്ന അതിലുണ്ട്. ഇത് ഒരു ഡ്രൈവറുടെ കൂടെ ഇവർ ഹർദേവിനെയും കൊണ്ട് പോകുന്നതാണ്, പാകിസ്ഥാനിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ആ സ്നേഹം അവിടെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെ കാണാൻ പോകുമ്പോഴുള്ള സ്നേഹത്തിൻ്റെ ഒരു ഇതാണ്. അപ്പം മനുഷ്യർ തമ്മിലുള്ള വെങ്കടേഷ് കാണുന്ന മനുഷ്യരെല്ലാവരും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും സ്നേഹം കൊണ്ടുള്ള ഉന്മാദത്തിൻ്റെയും ഒക്കെ പല ലെവലിൽ പോകുന്ന ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. വെങ്കടേഷിൻ്റെ കൂടെ 3 തവണ ഉത്തരേന്ത്യൻ യാത്രകളിൽ കൂടെ പോകാൻ കഴിഞ്ഞ സമയത്തൊക്കെ തന്നെ ആ കണ്ട മനുഷ്യർ ചില ആദ്യത്തെ ദിവസങ്ങളിൽ എനിക്ക് ഞാൻ ആകെപ്പാട് അന്തം വിടുകയായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഓരോ ദിവസം പോകുന്നു, ആളുകളെ കാണുന്നു, വെങ്കടേഷിനെ കെട്ടിപ്പിടിക്കുന്നു. അവർ ഭക്ഷണത്തിൻ്റെ ഒരു ചാപ്റ്റർ തന്നെയുണ്ട് നേരത്തെ രാജഗോപാൽ പറഞ്ഞത്. പക്ഷെ അതെല്ലാം ഞാൻ കുറേ നേരിട്ട് അനുഭവിച്ചതാണ്. ഓരോ വഴിയിലും ഓരോ ഗലിയിലും വെങ്കടേഷ് പറയും ഇവിടെ അത് കിട്ടും നമുക്ക് അത് കഴിക്കാം, ഇവിടെ ഇത് കിട്ടും നമുക്ക് കഴിക്കാമെന്ന് പറഞ്ഞ് എല്ലാം കൊണ്ടുപോയി ആ ഭക്ഷണം തന്നെ എങ്ങനെയാണ് ഉത്തരേന്ത്യയുടെ ഓരോ പ്രത്യേക തരത്തിലുള്ള ഭക്ഷണങ്ങളും എങ്ങനെയാണ് ആസ്വദിക്കേണ്ടത് എന്നുള്ളത് അത് വെങ്കടേഷ് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. വെങ്കടേഷിനെ പോലെ ഭക്ഷണം കഴിക്കുന്ന ആരെയും ഞാൻ കണ്ടില്ല. ഓരോ ഭക്ഷണത്തെയും എത്രമാത്രം അതിനെ ക്ലാസിക് എന്നും അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്നും ഒക്കെ ഇങ്ങനെ
വിശേഷണങ്ങൾ കൊടുത്തുകൊണ്ടാണ് വെങ്കടേഷ് നല്ല ഭക്ഷണം കഴിക്കുന്നത്. അപ്പം നമുക്കറിയാമല്ലോ, അങ്ങനെ ഈ ഉത്തരേന്ത്യയിലും ബീഹാറിലുമൊക്കെയുള്ള ഗലികളിലും അവിടുത്തെ തനത് ഭക്ഷണമൊക്കെ എത്രമാത്രം രുചികരമായിട്ടാണ് വെങ്കടേഷ് ആസ്വദിച്ചത്. അത് നമ്മൾ കൂടെ പോകുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ കന്നയ്യ ബലാരി, അതുപോലെ നളിൻ വർമ്മ എന്നൊക്കെ പറയുന്ന വളരെ ബീഹാറിലെ പാറ്റ്നയിലേക്ക് വളരെ പ്രധാനപ്പെട്ട ജേർണലിസ്റ്റുകളുടെ കൂടെയും വെങ്കടേഷിൻ്റെ കൂടെ എനിക്ക് യാത്ര ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊരു ആ യാത്ര എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കും മാധ്യമപ്രവർത്തനത്തെക്കുറിച്ചുള്ള എൻ്റെ എല്ലാ സങ്കല്പങ്ങളും മാറ്റിമറിച്ച യാത്രകളായിരുന്നു അത്. എന്തെന്ന് വെച്ചാൽ വെങ്കടേഷനെ പറയും, കേരളത്തിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ കാണുന്ന വൈകാരികമായ ഒരു കാഴ്ചകളൊന്നും അല്ല ഇവിടെ കാണാൻ കഴിയുന്നത്. അവിടെ നമ്മൾ കാണുന്ന ഓരോ മനുഷ്യരും വ്യത്യസ്തരായ മനുഷ്യർ. ഒരിടത്ത് പോകുമ്പോഴേക്കും ഒരു അസംഗഡിലാണ് ഒരു സുധീർ ശർമ്മ എന്ന് പറയുന്ന ഒരു ജയിൽ പുള്ളിയായിരുന്നു അയാൾ അവിടെ ഒരു ലൈബ്രറി നടത്തുകയാണ്. ആ ലൈബ്രറിയിൽ ചെല്ലുമ്പോൾ അയാളുടെ ഏറ്റവും വലിയ ആരാധനാപാത്രം MT വാസുദേവൻ നായരാണ്. അയാൾ MTയുടെ പുസ്തകങ്ങൾ വായിച്ചിട്ട് നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരികയാണ്. അതുപോലെ തന്നെ അയോധ്യയിൽ ചെല്ലുമ്പം ആദ്യമായിട്ട് അയോധ്യയിൽ കേസ് കൊടുത്ത ആളിനെ പല വീടുകൾ, ഏത് വീട്ടിൽ ഉത്തർപ്രദേശിൽ ചെന്നാലും പല വീടുകളിലും വെങ്കടേഷ് എന്ന് പറഞ്ഞാൽ അവിടെ ഏറ്റവും വലിയ ആളാണ്. അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഓരോ ഇലക്ഷനിലും വെങ്കടേഷ് അങ്ങോട്ട് ചെല്ലുന്നത്. അത്തരം ഒരു രസകരമായ അതേസമയം ഹൃദയത്തിനകത്ത് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരെ ഈ പുസ്തകത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഞാൻ നേരിട്ടുള്ള യാത്രകളിൽ വെങ്കടേഷിൻ്റെ കൂടെ പോയിട്ട് അത് അനുഭവിക്കാനും കാണാനും പറ്റിയിട്ടുണ്ട് ഭക്ഷണത്തോടൊപ്പം. അതുപോലെ തന്നെ ഇലക്ഷൻ സമയത്ത് വെങ്കടേഷ് പോകുമ്പോൾ ഓരോടത്തും പോയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കുറേ കഴിഞ്ഞ് അവസാനം ആകുമ്പോൾ വൈകുന്നേരം ആകുമ്പം സുധീർ പൻവാർ എന്ന് പറഞ്ഞാൽ വെങ്കടേഷിൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ലക്നൗ യൂണിവേഴ്സിറ്റിയിലുണ്ടാകും. ഇവർ കുറേ കഴിയുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരിത് എന്തോന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവർ സംസാരിച്ച് ഓരോ ചായക്കടയിൽ എത്തുമ്പോഴും അവിടെ നിർത്തും, അവിടെ 3-4 പേരോട് സംസാരിക്കും. അത് കഴിഞ്ഞ് അടുത്ത് ഇങ്ങനെ രാപ്പകൽ ഈ സംസാരമാണ്. സംസാരിച്ചിട്ട് രാത്രിയാകുമ്പോൾ ഇവർ ഇത്ര സീറ്റ് ഇന്നയാള് എന്നെല്ലാം പറഞ്ഞ് ഇവർ പറഞ്ഞ് ഇത് ചെയ്ത് വെക്കും. അപ്പം അവസാനം വരുമ്പോൾ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ആദ്യത്തെ തവണ ഞാൻ ശരിക്കും അമ്പരന്ന് പോയി, ഇതെന്താ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. ഇതാണോ രാഷ്ട്രീയ പത്രപ്രവർത്തനം എന്നൊക്കെ. പക്ഷേ ആ രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിനൊപ്പം തന്നെ സാമൂഹികമായ കാര്യങ്ങൾ, എനിക്കറിയാം വെങ്കടേഷ് എത്രമാത്രം NGO വോളണ്ടറി സംഘടനകൾ, NGO പ്രവർത്തനങ്ങൾ, ഇപ്പം ഡൽഹിയിലാണെന്നുണ്ടെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും അവിടെ നിന്ന് ഉത്തർപ്രദേശിലെ NGOs കേരളത്തിൽ വന്നാണെങ്കിൽ അങ്ങനെ കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് വെങ്കടേഷിൻ്റെയും ചിത്രയുടെയും, വെങ്കടേഷിൻ്റെ ഭാര്യ ചിത്രയുടെയും, ഇവർ രണ്ടുപേരും കൂടി പ്രവർത്തിക്കുന്ന സാമൂഹ്യക്ഷേമപരമായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യർ, അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യർ, അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വെങ്കടേഷിനോടും അല്ലെങ്കിൽ ഈ പ്രവർത്തനങ്ങളോടുമുള്ള എന്നെ ഏറ്റവും ആകർഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മറന്നുപോയ ഒരു പത്രപ്രവർത്തനം. ഞാൻ എൻ്റെ ഒരു പുതിയ പുസ്തകം, ഇപ്പോൾ വരാൻ പോകുന്ന പുസ്തകം കുറേ അല്ലെങ്കിൽ മിക്കവാറും യാത്രകൾ വെങ്കടേഷിൻ്റെ കൂടെ ചെയ്ത യാത്രകളുടെ ഇതുമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ പത്രപ്രവർത്തനം പഠിക്കുമ്പം കാര്യവട്ടത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റൽ ജേർണലിസം. ഇപ്പം അങ്ങനെ ഒരു ഇത് തന്നെ സിലബസിലുണ്ടോയെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിൽ പോലും അതാണ് പത്രപ്രവർത്തനം എന്ന് എങ്ങനെയോ എൻ്റെ തലയിലുണ്ടായിരുന്നു. കുറേ വർഷങ്ങൾ അതിൽ നിന്നെല്ലാം മാറി പേസ്ട്രി ജേർണലിസത്തിൻ്റെയും അല്ലെങ്കിൽ ഗ്ലാമറിൻ്റെയും അല്ലെങ്കിൽ സെലിബ്രിറ്റി ജേർണലിസത്തിൻ്റെയും ഒക്കെ ഒരു ഇതിനകത്ത് മാത്രം നിൽക്കുന്നിടത്തുനിന്ന് പെട്ടെന്ന് വെങ്കടേഷിനെ 10 വർഷം മുമ്പ് കാണുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ച് വരാനും എൻ്റെ പഴയ കാലത്ത് ഞാൻ എന്താണോ പത്രപ്രവർത്തനത്തിൽ ചെയ്യാൻ എന്ന് വിചാരിച്ചിരുന്നത് അതിലേക്കൊക്കെ ഒരു മടക്കയാത്ര നടത്താനും എനിക്ക് വേണ്ട രീതിയിലുള്ള ജേർണലിസം എന്താണ് അത് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തരുകയും ചെയ്തു. അതിനെനിക്ക് ശരിക്കും വെങ്കടേഷിനോട് ഭയങ്കരമായ ഒരു നന്ദി. വെങ്കടേഷിന് നന്ദി എന്ന് പറയുന്ന വാക്ക് ഇഷ്ടമില്ല, എങ്കിൽ പോലും ഞാൻ ചിലപ്പോൾ വിചാരിക്കും അതെനിക്കൊരു എൻ്റെ ജീവിതത്തിലൊരു വലിയ അനുഭവമായിരുന്നു. ആ യാത്രകളും അല്ലെങ്കിൽ അത്തരം മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പത്രപ്രവർത്തനം നടത്തുന്നതെന്ന് പറയാനും കഴിയാനും അങ്ങനെ ഒരാളോട് സംസാരിക്കാൻ കഴിയുന്നതും ഒക്കെ വലിയ കാര്യമാണ്. അപ്പം അതൊക്കെ തന്നെയാണ് ഈ പുസ്തകത്തിലുള്ളത്. ഈ പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ഒരു പുസ്തകം പോലെ തന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് നടക്കാൻ പറ്റി. ഇന്ന് ഈ ചടങ്ങിലും അതുപോലെ തന്നെ വളരെ വളരെ നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിയും വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇനിയുള്ളത് ഈ പുസ്തകം വായിക്കപ്പെടുകയാണ്. നേരത്തെ ശ്രീ VD സതീശൻ പറഞ്ഞതുപോലെ ഇത് കേരളത്തിലെ അല്ല, ഇംഗ്ലീഷിൽ ഇത് ശരിക്കും വരേണ്ടതാണ്. നമ്മുടെ മാധ്യമ രംഗത്തുള്ള കുട്ടികൾ അല്ലെങ്കിൽ പുതിയ വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മളെല്ലാവരും തന്നെ ഇത് വായിക്കുമ്പോൾ മാത്രമാണ്
ഇവിടെ ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ ഇനി എന്താണ് എന്നുള്ളൊരു എന്താണ് ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ട് നമുക്ക് എന്നുള്ളത്, രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തയുണ്ട്. അതിനകത്ത് ഏറ്റവും വേണ്ടത് 4-ാം തൂണിൻ്റെ ശക്തിയാണ്. ആ 4-ാം തൂണ് ശക്തിപ്പെടണമെങ്കിൽ വേണ്ടത് നമ്മളെല്ലാവരും തന്നെ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യുകയും നമ്മളെല്ലാവരും തന്നെ കുറച്ചുകൂടി കഠിനമായി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ആ പ്രവർത്തനത്തിന് ഒരു ആഴത്തിലുള്ള മാറ്റം നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ഇതെന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എനിക്ക് വേണമെങ്കിൽ ഈ പുസ്തകത്തെക്കുറിച്ചും വെങ്കടേഷിൻ്റെ കൂടെ ഉള്ള യാത്രകളുടെ അനുഭവങ്ങളെക്കുറിച്ചും ഒരുപാട് പറയാൻ പറ്റും. പക്ഷെ ഞാൻ അധികം അങ്ങനെ നീട്ടി പറയുന്നില്ല. പുസ്തകം എല്ലാവരും വായിക്കുക എന്നുള്ളതാണിത്. ഇവിടെ തന്നെ പുസ്തകം മാതൃഭൂമി ബുക്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് വായിച്ചു കഴിഞ്ഞിട്ട് ആ അനുഭവം ശരിക്കും ഓരോ വ്യക്തിയെയും നമ്മളെ മാറ്റിമറിക്കുന്നുള്ള ഉറപ്പാണ്. എന്തെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നതല്ല ഈ ഇന്ത്യ എന്ന് കേരളത്തിലിരിക്കുന്ന ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ ഈ പുസ്തകം തീർച്ചയായും സഹായിക്കും. അത് ഒരു മാറ്റത്തിൻ്റെ ഇപ്പം തന്നെ പുസ്തകത്തിൻ്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് 1 മാസം കൊണ്ട് അതിന് അടുത്ത എഡിഷൻ വരികയാണ്. ഒരു പരസ്യമില്ല. വെങ്കടേഷിൻ്റെ സഹജ സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു പ്രകാശന ചടങ്ങൊന്നും സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു പബ്ലിസിറ്റി ഒന്നും കൊടുക്കാൻ വെങ്കടേഷ് തന്നെത്താനെ ചെയ്യത്തില്ല. എന്നിട്ട് പോലും പുസ്തകം 2ാമത്തെ എഡിഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് ഭാവിയിലേക്ക് വരുന്ന തലമുറകളിലെ പത്രപ്രവർത്തന രീതികളെ മാറ്റിമറിക്കാനുള്ള ഒരു തുടക്കമാകണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അത് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വെങ്കടേഷിനും ഈ പുസ്തകത്തിനും എല്ലാ ആശംസകളും. വളരെ ചുരുങ്ങിയ സമയത്തിൽ ഈ പുസ്തകത്തിൽ എഴുതാതെ പോയ മനുഷ്യരെ പറ്റിയും യാത്രകളെ പറ്റിയും ഒക്കെ നമ്മളോട് വിവരിച്ച ശ്രീമതി കെ ബീനയ്ക്ക് നന്ദി പറയുന്നു. ബീനമ്മ പറഞ്ഞ പോലെ വഴിവിട്ട യാത്രകൾ ഇന്നത്തെ ഒരു പ്രത്യേക ഓഫറിൽ മാതൃഭൂമി ബുക്സ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവരൊക്കെ വാങ്ങേണ്ടതാണ്. ഭാരത് ഭവന്റെ സെക്രട്ടറി എന്ന നിലയിൽ ഈ പ്രകാശന ചടങ്ങിന്റെ ഒരു പരിധിവരെ ആതിഥേയരിൽ ഒരാളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ശ്രീമാൻ പ്രമോദ് പയ്യന്നൂരിനെ സംസാരിക്കാനായി ക്ഷണിച്ചുകൊള്ളുന്നു. പരിപാടി തുടങ്ങുമ്പോൾ തന്നെ മങ്ങാട്ട് രത്നാകരൻ സർ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ശാരീരികമായ കുറച്ച് പ്രശ്നങ്ങളെ കൊണ്ട് മാറിയിരിക്കുകയായിരുന്നു. സാറിന്റെ വാക്കുകൾക്കായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ്. സ്വാഗതം സർ. പ്രിയപ്പെട്ടവരെ, പൊതുവെ എനിക്ക് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാ. അപ്പോൾ അതൊരു നാണക്കേടാണ്. MN വിജയ മാഷയുടെ വലിയൊരു ശിഷ്യനാണ് ഞാൻ. അങ്ങനെ പറയാൻ പാടില്ല പുറത്ത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വെങ്കടേഷ് ആയിട്ട് നിങ്ങളാരും പറഞ്ഞാൽ വിശ്വസിക്കില്ല. വെങ്കടേഷിന് മാത്രമേ അറിയാവുള്ളൂ. ഒരു 40 കൊല്ലത്തെ ഒരു സൗഹൃദം എനിക്കുണ്ട്. വെങ്കടേശൻ കാസർകോട്ട് ദേശാഭിമാനിയുടെ ഒരു ലേഖകനായിരുന്നു. അപ്പം അന്ന് വെങ്കടേശൻ്റെ അടുത്ത് പോയിരിക്കും. ഒരു ദിവസം ഞാനൊരു 10 മിനിറ്റിൽ കൂടുതൽ എടുക്കില്ല കേട്ടോ. ഒരു ദിവസം ചെല്ലുമ്പോൾ വെങ്കടേശനോട് പറയാണ്, അങ്ങനെ അച്ഛൻ വിളിച്ചിരുന്നു. വെങ്കടേശൻ്റെ അച്ഛൻ. അപ്പോൾ അച്ഛൻ ഇങ്ങനെ സച്ചിദാനന്ദൻ്റെ രാമനാഥൻ പാടുന്നു എന്നുള്ള കവിത വെങ്കടേശനെ വായിച്ച് കേൾപ്പിച്ചത് പറഞ്ഞു. ഞാനന്ന് രാമനാഥൻ എൻ്റെ അന്നത്തെ വലിയ ഇഷ്ടപ്പെട്ട ഗായകൻ ബാലമുരളീകൃഷ്ണനായിരുന്നു. അപ്പോൾ അച്ഛൻ വെങ്കടേശോട് പറഞ്ഞത്, എടാ എന്നെക്കാളും വലിയ ആരാധകൻ രാമനാഥനുണ്ട്, അത് സച്ചിദാനന്ദനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് വലിയ അത്ഭുതമായി. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ചില ദൈനംദിന പത്രപ്രവർത്തകരോടല്ല എന്ന് മനസ്സിലാക്കി. പിന്നീട് ഞാൻ ഡൽഹിയിൽ പഠിക്കാൻ പോയപ്പോൾ എൻ്റെ ജീവിതത്തിന് തന്നെ വലിയ ഒരർത്ഥമുണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ സുഹൃത്താണ് വെങ്കടേഷ്. പഠിക്കുകയാണെങ്കിലും ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യട്ടെ എന്നൊക്കെ ഉള്ള ആഗ്രഹത്തോടെ വെങ്കടേഷ്
ചില പത്രസ്ഥാപനങ്ങളിലൊക്കെ കൂട്ടിക്കൊണ്ടുപോയി പ്രൂഫ് റീഡിങ്ങും അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഒരുപക്ഷെ ഞാൻ പിന്നീട് ഇന്ത്യ ടുഡേയിൽ പോലും മലയാളത്തിൽ വരുന്നത് വെങ്കടേഷിൻ്റെ സുഹൃത്ത് വഴിയാണ്. അപ്പോൾ ആ രീതിയിൽ എൻ്റെ ജീവിതത്തിലെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ് വെങ്കടേഷ് എന്ന് മാത്രമല്ല, ഞങ്ങൾ പലപ്പോഴും കാണുന്നതൊക്കെ വളരെ അപൂർവമാണെങ്കിലും എത്ര കാലം കഴിഞ്ഞാലും തലേ ദിവസമോ അല്ലെങ്കിൽ ഇന്നലെയോ നിർത്തിയതുപോലെ ബാക്കി പറയാൻ പറ്റുന്ന ആളാണ്. ബീന പറഞ്ഞതിൽ തന്നെ അതിൻ്റെ കാര്യങ്ങളുണ്ട്. ഞാൻ ഏഷ്യാനെറ്റിന് വേണ്ടിയിട്ട് ലക്നൗവിലൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഞാൻ പരിപൂർണമായും അജ്ഞനാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച്. അതൊക്കെ ഒരു വിദ്യാർത്ഥിയോട് പറയുന്നത് പോലെ പറഞ്ഞു തരികയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്ത ആ വലിയൊരു മനസ്സ് എന്ന് മാത്രമല്ല, ഭക്ഷണത്തെക്കുറിച്ച് ബീന പറഞ്ഞ പേർക്ക് മനസ്സിലായി. ലക്നൗവിലെ ഏറ്റവും നല്ല ആട്ടിറച്ചി കിട്ടുന്ന സ്ഥലം ഏതാണ്. ഇതൊക്കെ ഒന്നിച്ചാണ് ഞങ്ങൾ പോയത് കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അത് പറയാൻ വിഷമവുമില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു സന്ദർഭത്തിലായതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കാതിരുന്നത്. ആ രീതിയിൽ. പക്ഷേ ഈ പുസ്തകം ഞാൻ വാങ്ങി വായിച്ചപ്പോൾ, അല്ല, ഇതിലെ പല ലേഖനങ്ങളും ഞാൻ മാതൃഭൂമിയിലും മലയാളം വരികയിലുമൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ എനിക്ക് ഇപ്പോൾ ഇന്നത്തെ രീതിയിൽ അതിലെ സന്ദർഭങ്ങൾക്കുപരി ഞാൻ പെട്ടെന്ന് ഇന്നിപ്പോൾ ഇതിങ്ങനൊരു സംസാരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയിൽ ഞാൻ ഒരു പ്രസംഗം എഴുതി വെക്കുകയായിരുന്നു. അഥവാ ഞാനൊരു പിടുത്തം ചെയ്യരുതല്ലോ വെച്ചിട്ട്. അതൊക്കെ ഇവിടെ ഉണ്ട്, അതുപോട്ടെ. അപ്പോൾ ഞാൻ ആലോചിച്ചത്, ഈ സക്കറിയയുടെ ഒരു വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കഥയുണ്ട്, മൂന്നാം ഗിട സാഹിത്യത്തിൻ്റെ അന്ത്യം. കഥയിൽ പ്രധാന കഥാപാത്രങ്ങൾ ജയനും സക്കറിയാണ്, ഈസയും ക്രീസയും. അപ്പോൾ ഈസ ഈഴവ സാഹിത്യകാരനും ക്രീസ ക്രൈസ്തവ സാഹിത്യകാരനുമാണ്. അപ്പോൾ ക്രൈസ്തവ സാഹിത്യകാരൻ സക്കറിയാണ്. അപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ പിന്നീട് ഈ ക്രീസക്ക് വലിയ സ്വാധീനമുള്ളതുകൊണ്ട് ഈ ക്രീസ നിരൂപകർ പിന്നെ എഴുതുകയാണ്, അല്ലെങ്കിൽ ഒന്നാം കിടയും മൂന്നാം കിടയും തമ്മിൽ രണ്ടിൻ്റെ വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ കൊണ്ട് ഞാനും വെങ്കടേശൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങൾ ഒ വി വിജയൻ്റെ വീട്ടിൽ പോയതൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ എല്ലാ ദിവസവും പൂജക്ക് പോകുന്ന പോലെ ആ മഹാൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അതുപോട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോഴത്തെ വലിയ പത്രപ്രവർത്തകർന്ന് നമ്മൾ അഭിമാനിക്കുന്ന മനുഷ്യർ പോലും ഈ ഒന്നും മൂന്നും തമ്മിൽ വലിയ വ്യത്യാസവും ഇല്ലല്ലോ എന്ന് പറയുന്ന തരത്തിലായിരിക്കുന്ന അവസ്ഥയിലും വെങ്കടേശനെ പോലുള്ള വലിയ സ്ഥൈര്യമുള്ള വലിയ പത്രപ്രവർത്തകർ ഒന്ന് തന്നെയാണ് എന്ന് പറയുകയും ഫാസിസത്തെ ശൈലീപരമല്ലാതെ തന്നെ വസ്തുതാപരമായി നിരായുധരാക്കുകയും ചെയ്യുന്നതിൻ്റെ അഭിമാനം വെങ്കടേശൻ്റെ സുഹൃത്ത് എന്നുള്ള രീതിയിൽ പങ്കിടുന്നു. എഴുതിവെച്ച പ്രസംഗം മാറ്റിവെച്ച് 40 വർഷത്തെ സൗഹൃദത്തിന്റെ നർമ്മം തുളുമ്പുന്ന അനുഭവങ്ങൾ നമ്മളോട് പങ്കുവച്ച മാങ്ങാട് രത്നാകരൻ സാറിന് നന്ദി പറയുന്നു. ഭാരത് ഭവന്റെ സെക്രട്ടറി കൂടിയായ ശ്രീ പ്രമോദ് പയ്യന്നൂരിനെ ഒരിക്കൽ കൂടി സംസാരിക്കാനായി ക്ഷണിക്കുന്നു. അർത്ഥവത്തായ ഒരു പുസ്തക
പ്രകാശന ചടങ്ങിൻ്റെ സമാപന വേളയിലാണ് നമ്മൾ. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലേക്ക് വരുന്ന ഒരു സൂഫി വചനമാണ്. ലോകം ഒരു വലിയ പുസ്തകമാണ്. നമ്മൾ യാത്ര ചെയ്തില്ലെങ്കിൽ അതിലെ ആദ്യത്തെ ഒരു പേജ് മാത്രമേ എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ ഒരുപാട് വഴിവിട്ട യാത്രകൾ ചെയ്തതുകൊണ്ടാണ് വെങ്കടേഷ് രാമകൃഷ്ണൻ എന്ന പ്രതിഭാശാലിയായ ജേർണലിസ്റ്റിൻ്റെ, എഴുത്തുകാരൻ്റെ ഈ കൃതിക്ക് ഇത്രയേറെ മിഴിവ് കൈവരുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ സകല ഗുലാബി കാലങ്ങളും കഴിഞ്ഞതിന് ശേഷം വഴിവിട്ട യാത്രകൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് യാത്ര ചെയ്യുമ്പോഴൊക്കെ വലിയ ദാർശനികമാനമുള്ള പ്രത്യയശാസ്ത്ര ബോധം ഒക്കെ ഉള്ള ആൾക്കാരുമായിട്ട് അവരുടെ അഭിമുഖങ്ങളൊക്കെ എടുക്കുമ്പോഴൊക്കെ ആ രീതിയിലുള്ള എഴുത്തുകളിലേക്കൊക്കെ പോകുന്നതിനൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യയുടെ ആത്മാവ് കണ്ടെത്തുന്ന പോലെ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ, ഇന്ത്യയുടെ പച്ചപ്പിൽ, ഇന്ത്യയുടെ സാധാരണക്കാരൻ്റെ നിസ്സവർഗത്തിൻ്റെ വേദനകളൊക്കെ പഠിച്ച് അറിയുന്ന രീതിയിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് തൊട്ട് പോകുന്ന രീതിയിലാണ് ഇതിലെ ഓരോ അനുഭവക്കുറിപ്പുകളും യാത്രാ വിവരണങ്ങളും ഒക്കെ എഴുതിയിരിക്കുന്നത്. എനിക്ക് വെങ്കടേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന വലിയ മനുഷ്യനെ അകലെ നിന്ന് നോക്കിക്കാണാനും വായിച്ചറിയാനുമേ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തിൻ്റെ കൂടെ ഇങ്ങനെയൊരു വേദിയിലിരിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ സൗഭാഗ്യമാണ്. കൈരളി TV-യിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പ്രിയപ്പെട്ട ബാബു ഭരദ്വാജ് മാഷിൻ്റെ വായിൽ നിന്ന് പലപ്പോഴും വെങ്കടേഷ് രാമകൃഷ്ണൻ എന്ന പേര് കേട്ടിട്ടുണ്ട്. ബാബു മാഷും യാത്രകളൊക്കെ കുറിച്ച്, പ്രവാസിയുടെ കുറിപ്പുകളൊക്കെ അതിമനോഹരമായി എഴുതിയ ആളാണെന്ന്, കഥാകൃത്താണെന്ന് നിങ്ങൾക്കറിയാം. അപ്പം അതുപോലെ തന്നെ പിന്നീട് സംസാരിക്കുമ്പോഴൊക്കെ നമ്മുടെ ബൈജു ചന്ദ്രൻ ചേട്ടനും ഒക്കെ ഇദ്ദേഹത്തെക്കുറിച്ച് പറയാറുണ്ട്. ഇദ്ദേഹത്തിൻ്റെ രചനകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വളരെ ആരാധനയോടുകൂടി വായിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ കറുപ്പും വെളുപ്പും നിറഞ്ഞ ഈ പുസ്തകത്തിൻ്റെ ഇതിൻ്റെ ഒരു മുഖ ചിത്രം തന്നെ വളരെ ശ്രദ്ധേയമാണ്. അങ്ങനെയുള്ള ഒരു പുസ്തകത്തിൽ അതിൽ ജീവിതത്തിൻ്റെ സന്തോഷവും സങ്കടങ്ങളും നന്മയും തിന്മയും ഒക്കെയുണ്ട്. അതിൻ്റെ ഉള്ളടക്കം പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകം. അതുപോലെ തന്നെ ഇതിൻ്റെ നീണ്ടു കിടക്കുന്ന ഒരു നിഴലുണ്ടല്ലോ, ആ നിഴല് പോലെ അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്ര ബോധം അദ്ദേഹത്തിനൊപ്പമുണ്ട്. അതിൻ്റെ ഇത് അവസാനിക്കുമ്പോൾ, ഈ പുസ്തകം അവസാനിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട്, സമരം ഒരു കുറുക്കു വഴിയല്ല, അതൊരു ഫലപ്രാപ്തിയിലെത്തും, പക്ഷേ കാലങ്ങൾ എടുക്കുമെന്ന്. അങ്ങനെ തെളിഞ്ഞ ദിശാബോധത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ യാത്രകൾ മുന്നോട്ട് ഇനിയും വഴിവിട്ട യാത്രകൾ അദ്ദേഹം നടത്തട്ടെ. അതിലൂടെ നല്ല പുസ്തകങ്ങൾ നമുക്ക് ലഭ്യമാകട്ടെ. ഇന്ത്യയിലെ തന്നെ ഏറെ അഭിമാനിക്കാവുന്ന പത്രപ്രവർത്തകനായ, എഴുത്തുകാരനായ വെങ്കടേഷ് രാമകൃഷ്ണൻ സാറിൻ്റെ ഈ പുസ്തകത്തിന് നിങ്ങളിൽ ഒരാളായി നിന്നുകൊണ്ട് എല്ലാ ഭാവുകങ്ങളും സ്നേഹാദരം നേരുന്നു. പുസ്തക പ്രകാശന ചടങ്ങ് ഏകദേശം സമാപനത്തിലേക്ക് അടുക്കുകയാണ്. ഇനി നമ്മൾ ഇത്രയും സംസാരിച്ചു, അതിനൊക്കെയുള്ള സ്നേഹോഷ്മളമായ വാക്കുകൾ കേൾക്കാനായിട്ട് നമ്മൾ ശ്രീമാൻ വെങ്കടേഷ് രാമകൃഷ്ണൻ സാറിനെ ക്ഷണിക്കുകയാണ്. ഞാൻ സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. വലിയ സന്തോഷമുണ്ട്. യാത്രയെ ഇഷ്ടപ്പെടുന്ന, വായനയെ ഇഷ്ടപ്പെടുന്ന, വായനയോടൊപ്പം യാത്രയോടൊപ്പം മനുഷ്യ സഹജമായിട്ടുള്ള ആനന്ദത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും ഇഷ്ടപ്പെടുന്ന കുറേ നല്ല മനുഷ്യരുടെ കൂടെ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും, അതിൽ രാജേഷിനെ പോലെ എനിക്കറിയാം, രാജേഷിന് യാത്രയും വായന ഇഷ്ടപ്പെടുന്ന ആളാണ്, സതീശനും യാത്രയും വായന ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പോൾ ഈ രണ്ട് സഭയിൽ കൊമ്പുകോർത്തു എന്ന് പറഞ്ഞ രണ്ടാൾക്കാരെ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനൊരു പരിപാടിയിൽ ഇരുത്താൻ പറ്റിയതിലുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ പ്രിയപ്പെട്ട രാജഗോപാൽ, ഞാൻ ഈ യാത്രകളുടെ ജേർണലിസ്റ്റ് ആണെങ്കിൽ രാജഗോപാൽ രാത്രികളെ പകലാക്കി രാത്രി മുഴുവൻ പണിയെടുത്ത് കുറച്ച് 5 മണിക്ക് 6 മണിക്ക് വീട്ടിലേക്ക് വരുന്ന അങ്ങനെ ഉള്ള ഈ ഡെസ്ക് ജീവി എന്ന് ഞങ്ങൾ വിളിക്കുന്ന ആ തരത്തിലുള്ള പത്രപ്രവർത്തനമാണ്. അതും ഈ പ്രത്യേകിച്ചും അച്ചടി പത്രപ്രവർത്തനത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട, അതും ഡെയിലിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ഡെസ്കിലിരിക്കുന്ന ആൾക്കാരെ പറ്റി എപ്പോഴും പത്രപ്രവർത്തന ക്ലാസ്സുകളിൽ തന്നെ പറയുന്നത് അൺസങ് ഹീറോസാണ് അവരെന്നാണ്. അവരെ പറ്റി ആരും അറിയില്ല. റിപ്പോർട്ടർമാരെ പറ്റിയാണ്, റിപ്പോർട്ടറുടെ പേരും ബൈലയിലൊക്കെ അച്ചടിച്ച് വരുമ്പോൾ റിപ്പോർട്ടറെ പറ്റിയാണ് അറിയുന്നത്. പക്ഷേ ഇതിൻ്റെ പിറകെ ഈ ഓരോ കോപ്പിയും ശരിയാക്കിയെടുക്കുന്ന ആൾക്കാർ. ഞാനും ഒരു 10 മാസം ടെലിഗ്രാഫിൽ പണിയെടുത്താണ്. എൻ്റെ കോപ്പികൾ ആദ്യം നോക്കിയിരുന്നത് രാജഗോപാലാണ്. പിന്നെ രാജഗോപാലിനെ പോലെ തന്നെ ലെജൻഡറി ആയിട്ടുള്ള ദീപായനാണ് പിന്നീട് നോക്കിയിരുന്നത്.
അങ്ങനെ ഈ അൺസൺ ഹീറോസിൻ്റെ ഒക്കെ കയ്യിൽ കൂടെ കടന്നു. ഞാൻ എപ്പോഴും രാജഗോപാലിനെ പറ്റി പറയുന്ന ഒരു സംഭവം, ഞാൻ ഈ 2000-ൻ്റെ തുടക്കത്തിൽ കുറച്ച് കാലം ഒരു ഫ്രീലാൻസറായിട്ട് കഴിയേണ്ടി വന്നിട്ടുണ്ട്. ഞാനിവിടെ കേരളത്തിലൊരു ടെലിവിഷൻ സംരംഭത്തിൻ്റെ ചുമതലക്കാരനായിട്ട് ഇവിടെ വന്നിട്ട് അത് ഒരു മിസ്അഡ്വെഞ്ചറായിട്ട് മാറി. അങ്ങനെ അതിൽ നിന്ന് ഞാൻ പുറത്തു പോകേണ്ടി വന്നു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഈ ഫ്രീലാൻസറായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് കൽക്കട്ടയിൽ ബംഗാളിൽ ഇലക്ഷൻ നടക്കേണ്ടത് കവർ ചെയ്യണം. അപ്പോൾ താമസിക്കാൻ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് രാജഗോപാലിൻ്റെ വീട്ടിൽ പോയാണ് താമസിക്കുന്നത്. പക്ഷേ ആ ഒരാഴ്ച 10 ദിവസം അവിടെ താമസിച്ചെങ്കിലും രാജഗോപാലുമായിട്ടുള്ള കൂടിക്കാഴ്ച മാത്രം ഉണ്ടായില്ല. അത് വെച്ചാൽ രാജഗോപാൽ രാവിലെ വരുമ്പോഴേക്കും ഞാൻ പുറത്തിറങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഇദ്ദേഹം രാത്രി മുഴുവൻ ഓഫീസിലായിരിക്കും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, പത്രപ്രവർത്തകരുമായിട്ട് സവിശേഷമായൊരു റിലേഷൻഷിപ്പ് രാജഗോപാലായിട്ടുണ്ട്. പിന്നെ ബീനയും രത്നാകരൻ മറ്റേ കഥ പറയുന്നതാണ് ഞാൻ വിചാരിച്ചത്. രത്നാകരൻ ഡൽഹിയിൽ വന്ന സമയത്ത് രത്നാകരൻ ഈ കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഒരു ജോലി വേണം, ഒരു ചെറിയ. അപ്പം ഞാൻ അവിടെ എനിക്ക് പരിചയമുണ്ടായിരുന്ന ഈ നിയമപുസ്തകങ്ങൾ അച്ചടിക്കുന്ന ജെയിൻ ബുക്സ് എന്ന് പറയുന്ന ഒരു കടയുണ്ട്. അപ്പോൾ അക്കാലത്ത് ഞാനൊരു സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്ന കാലമാണ്. രത്നാകരൻ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ വളരെ രസകരമായിട്ടാണ് രത്നാകരൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സ്കൂട്ടറിലെത്തി ഈ ജെയിൻ ബുക്സ് കൊണ്ടുപോയിട്ട് ഇദ്ദേഹത്തിന് പ്രൂഫ് റീഡറുടെ പണി ഡെയിലി വൈസ് തന്നു അല്ലേ, സംഘടിപ്പിച്ചു കൊടുക്കുകയാണ്. സംഘടിപ്പിച്ച് കഴിഞ്ഞിട്ട് പക്ഷെ ഞാൻ രത്നാകരൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്തൊരു അനുഭവം കൊടുത്തു. അക്കാലത്ത് ഞാൻ കണ്ടുപിടിച്ച ഒരു ചൈനീസ് ധാബ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അതിൻ്റെ വളരെ വിചിത്രമായ പേരായിരുന്നു, ഡോണ്ട് പാസ് മീ ബൈ എന്നാണ് ആ ചൈനീസ് ധാബയുടെ പേര്. ഇതിനെപ്പറ്റി ഉള്ളൊരു പരാമർശം ഇതിൽ ഏതൊരു പുസ്തകം ലേഖനത്തിലുണ്ട്, അല്ലെങ്കിൽ മറ്റേ പുസ്തകത്തിലായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവിടെ കൊണ്ടുപോയി രത്നാകരൻ ജീവിതത്തിൽ അതുവരെ കഴിക്കാത്ത തരത്തിലുള്ള അത്ഭുതകരമായ ചൈനീസ് ഭക്ഷണം ഞാൻ വാങ്ങി കൊടുത്തു. അങ്ങനെ ഒരു ക്രെഡിറ്റും കൂടി എനിക്കുണ്ട്. പിന്നെ ബീനയുടെ കാര്യമൊക്കെ പറയണ്ടായി. എന്നാലും എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇത് സത്യത്തിൽ ഈ ബീന പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു പുസ്തക പ്രകാശനം ചടങ്ങൊന്നും എൻ്റെ തലയിൽ അങ്ങനെ സ്വന്തമായിട്ട് വരുന്നൊരു സാധനമല്ല. ഇവിടെ ഇരിക്കുന്ന പല ആൾക്കാർക്കും അറിയാം. നമുക്ക് അങ്ങനെയുള്ള ഒരു സെൻസ് ഓഫ് ഡീറ്റെയിൽ ഒന്നും വരുന്ന ഒരാളല്ല. പക്ഷേ ഇതിൽ ബീനയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട്. പിന്നെ മാതൃഭൂമിയിലെ നൗഷാദ്, അങ്ങനെയുള്ള ആൾക്കാരുടെ എല്ലാം കൂടെ ഒരു സംഘടിത പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ദിവസം ഉണ്ടായിട്ടുള്ളത്. സത്യത്തിൽ ഞാൻ വളരെ ഹാപ്പിയാണ്, സന്തോഷമുണ്ട്. ആ സന്തോഷം നിങ്ങളോട് എല്ലാവരുമായി പങ്കുവെക്കുകയാണ്. നന്ദി, നമസ്കാരം. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ പറഞ്ഞതുപോലെ യാത്രകളെ സ്നേഹിക്കുന്ന, വായനയെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വഴിവിട്ട യാത്രകൾ നല്ലൊരു വായനാനുഭവമാകും. ഈ പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്ന വേദിയിലും സദസ്സിലുമുള്ള നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. താങ്ക് യു.